നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ UDFന്റെ സമരശേഷം വൈസ് ചാൻസലറുമായി ചർച്ച നടത്തിയ നേതാക്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. നേതാക്കളെ ജീവനക്കാർ തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്കും വിലക്ക്. മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ കത്തെഴുത്ത് പഠനമുറി സമരം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി സമരം ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടിയിൽ ഓടുന്ന കാറിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. വൺവേ തെറ്റിച്ചു വന്ന കാറിലെ യുവാക്കളെയും പെൺകുട്ടിയെയും ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,40,727 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ 1,610 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ സമരശേഷം വൈസ് ചാൻസലറുമായി ചർച്ച നടത്താനെത്തിയ UDF നേതാക്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. നേതാക്കളെ ജീവനക്കാർ തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്കും വിലക്ക്. UDF നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട VCക്ക് നേതാക്കൾ നിവേദനം നൽകി. മലയാള സർവകലാശാല വൈസ് ചാൻസലറുടെ രാഷ്ട്രീയ നിലപാടിനെതിരെ UDF മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരത്തിന് ശേഷം VCയുമായി ചർച്ച നടത്താനെത്തിയ UDF നേതാക്കൾക്ക് നേരെയാണ് ജീവനക്കാരുടെ കയ്യേറ്റ ശ്രമം നടന്നത്. നേതാക്കൾക്ക് ആദ്യം അനുവാദം നൽകാൻ തയ്യാറായിരുന്നില്ല. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് അബ്ദുറഹ്മാൻ എടത്താണി, UDF ചെയർമാൻ K പത്മകുമാർ, കൺവീനർ വെട്ടം ആലിക്കോയ എന്നിവർക്ക് അനുവാദം നൽകുകയായിരുന്നു. ഇവർ സർവകലാശാലയുടെ അകത്ത് കയറാൻ സെക്യൂരിറ്റി ജീവനക്കാർ ഗേറ്റ് തുറക്കുമ്പോൾ സർവകലാശാലയിൽ നിന്നുള്ള മറ്റു 2 പേരെത്തി UDF നേതാക്കളെ തടയുകയും തട്ടിക്കയറുകയുമായിരുന്നു. ജീവനക്കാരുടെ ടാഗ് ധരിച്ചെത്തിയ ഇവരുടെ നീക്കമാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. മാധ്യമപ്രവർത്തകരെയും അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. UDF നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് UDF നേതാക്കൾ പരാതി നൽകി. ഇവർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് VC ഉറപ്പു നൽകിയതായി അബ്ദുറഹ്മാൻ എടത്താണി പറഞ്ഞു. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പൂർണ്ണമായി അവഹേളിക്കുന്ന ഒന്നിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് ഇന്ന് ഇവിടെ ഈ സമരം നടന്നത്. സമരം കഴിഞ്ഞു. ഞങ്ങൾ VCയുമായി സംസാരിച്ചു. VC അതൊരു അബദ്ധമായിരുന്നു എന്നും ആ അബദ്ധം ഇനി ആവർത്തിക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിക്കുമെന്നും ഞങ്ങളോട് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായത്, ഇന്ന് സത്യത്തിൽ സമാധാനപരമായി ഞങ്ങൾ ഈ സമരം കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് കടന്ന് VC പെർമിഷൻ തന്നിരിക്കുന്നു, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പോകാൻ ഒരുമ്പെടുന്ന സമയത്ത് ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ഞങ്ങളുടെ ജനനേതാക്കന്മാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായി. സെക്യൂരിറ്റി അല്ല, അതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ കൃത്യമായി ഞങ്ങൾ ആരാണെന്ന് വ്യക്തമായി VCയുടെ കയ്യിൽ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഒരിക്കലും സെക്യൂരിറ്റി അല്ലാത്ത ഒരാൾ ഇവിടെ നിന്ന് വരുന്ന ഒരാളെ രാഷ്ട്രീയമായി എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യത്തിൽ ഈ സമരത്തെ ഒരു മോശമായ പ്രവണതയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതോ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് VC ആ കാര്യം അന്വേഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലയാള സർവകലാശാല വൈസ് ചാൻസലറുടേത് രാഷ്ട്രീയ പക്ഷപാതിത്വ നിലപാടെന്ന് UDF. തിരുവമണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ കത്തെഴുത്ത് പഠനമുറി സമരം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി സമരം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ത്യൻ ഭാഷകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി പട്ടികയിൽ മലയാള ഭാഷയെ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശയ്ക്കായി മുഖ്യമന്ത്രിക്ക് VC നൽകിയ കത്തിന്റെ പകർപ്പ് സ്ഥലം MPക്കും കേരളത്തിന് മറ്റു UDF MPമാർക്കും നൽകാതെ ഇടതുപക്ഷ MPമാർക്ക് മാത്രം നൽകിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് UDFന്റെ നേതൃത്വത്തിൽ മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ കത്തെഴുത്ത് പഠനമുറി സമരം നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി കിട്ടണം, ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടണം. നമുക്കറിയാം 2012 നമ്മൾ സമർപ്പിച്ച ആ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2013 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇരിക്കുന്ന മന്ത്രിസഭയിൽ വെച്ച് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുകയും ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു വലിയ ചരിത്രം ഇതിനുണ്ട്. മലയാള ഭാഷയുടെ പരിപോഷണത്തിന് വേണ്ടി, മലയാള ഭാഷാ സർവകലാശാലയ്ക്ക് വേണ്ടി
ഐക്യ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നേതാക്കളും നടത്തിയ അനുസ്യൂതമായൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ യൂണിവേഴ്സിറ്റി. കേരള സമൂഹത്തെ മുഴുവൻ അവഹേളിച്ച നടപടിക്കെതിരെയാണ് UDF സമരം നടത്തിയതെന്നും മലയാള സർവകലാശാല വൈസ് ചാൻസലറുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം തുടർന്നാൽ ശക്തമായി തന്നെ UDF നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. CPMന്റെ രാഷ്ട്രീയ പഠന കേന്ദ്രമാക്കാനാണ് നീക്കമെങ്കിൽ അതിനെ നേരിടാൻ UDF തയ്യാറാക്കുമെന്നും അബ്ദുറഹ്മാൻ എടത്താണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് K. പത്മകുമാർ അധ്യക്ഷനായിരുന്നു. കൺവീനർ വെട്ടം ആലിക്കോയ, P. സൈദലി മാസ്റ്റർ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, MP മുഹമ്മദ് കോയ, മയ്യേരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, ഉസ്മാൻ പറവണ, CP മുഹമ്മദ് അലി, നൌഷാദ് പരനേക്കാട്, K. മെഹർഷ, NT വാസു, ഫൈസൽ എടശ്ശേരി, V. ലത്തീഫ്, കണ്ടാത്ത് കുഞ്ഞിപ്പ, E. സക്കീർ മാസ്റ്റർ, KP ഷാജഹാൻ, KM ഹസൻ, P. സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവരങ്ങാടിയിൽ ഓടുന്ന കാറിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. വൺ വേ തെറ്റിച്ചു വന്ന കാറിലെ യുവാക്കളെയും പെൺകുട്ടിയെയും ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു വലയിലാക്കി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സംഘമാണ് പിടിയിലായത്. പിടിയിലായ സംഘത്തിന്റെ വരവിന്റെ ഉദ്ദേശത്തെപ്പറ്റി പരസ്പര വിരുദ്ധമായ മറുപടി ലഭിച്ചതിനെ തുടർന്ന് 4 പേരെയും വാഹനസഹിതം സ്റ്റേഷനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘത്തെ പിടികൂടിയത്. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് നിയാസ് 22 വയസ്സ്, മുഹമ്മദ് ഷാഹിദ് 20 വയസ്സ്, അബു താഹിർ 19 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. നിയാസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട +2 പഠിക്കുന്ന 17-കാരിയാണ് കാറിലുണ്ടായിരുന്നത്. പ്രണയം നടിച്ച് ഈ പെൺകുട്ടിയെ വലയിലാക്കുകയായിരുന്നു. ഏപ്രിൽ മാസം മുതൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നിയാസുമായി ബന്ധമുണ്ടെന്നും ഓൺലൈൻ ക്ലാസിന് വേണ്ടി ഉമ്മയുടെ ഫോൺ ഉപയോഗിക്കുമ്പോഴും അയൽവാസിയും ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയുടെ ഫോണിലൂടെയുമാണ് നിയാസുമായി ബന്ധപ്പെട്ടിരുന്നതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. നിയാസും കൂട്ടുപ്രതികളും പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് പുറത്തിറക്കി കാറിൽ കയറ്റുകയായിരുന്നു. നിയാസ് ഓടുന്ന കാറിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതിനിടെയാണ് മമ്പുറത്ത് വെച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2ാം പ്രതി ഷാഹിദ് ചമറോട്ടം സ്വദേശിനിയായ പെൺകുട്ടിയുമായി ഷെയർ ചാറ്റിലൂടെയും 3ാം പ്രതി അബ്ദു താഹിർ ഈശ്വരമംഗലം സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെയും സമ്പർക്കം പുലർത്തി വരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആഭ്യന്തര ഭാഷാ പരിശീലന പരിപാടിയിൽ മലയാളത്തെ ഉൾപ്പെടുത്തുക എന്നാവശ്യപ്പെട്ട് സംസ്കാര സാഹിതി തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച നിൽപ്പ് സമരം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാർലമെന്റ് അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി നടത്തുന്ന ആഭ്യന്തര ഭാഷാ പരിശീലന പരിപാടിയിൽ മലയാളത്തെ ഉൾപ്പെടുത്തുക എന്നാവശ്യപ്പെട്ടാണ് സംസ്കാര സാഹിതി തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച നിൽപ്പ് സമരം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി K. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം മലയാളത്തെ ഒഴിവാക്കാൻ പറഞ്ഞൊരു കാരണം തമിഴ് ഭാഷയെ അംഗീകരിച്ചു. 2000 വർഷം പഴക്കമുള്ള തമിഴ് ഭാഷയെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രൈഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മലയാളത്തെ ഒഴിവാക്കിയ ന്യായീകരണം പറഞ്ഞിട്ടുള്ളത്. മലയാള ഭാഷയും ഏകദേശം അത്രത്തോളം പഴക്കമുള്ളൊരു ഭാഷയാണ്. എത്രത്തോളം ഏകദേശം മലയാള ഭാഷ ഉണ്ടായിരുന്ന പകരത്തിൻ്റെ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ മലയാള ഭാഷ പിതാവായ എഴുത്തച്ഛൻ്റെ കാലത്തുണ്ടായ മലയാള ഭാഷ അത് മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് ഒരു കേരളത്തോടുള്ള അവഗണനയാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെയർമാൻ A. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി തിരൂർ നിയോജക മണ്ഡലം കൺവീനർ മനോജ് ജോസ്, TG സുരേഷ്, യാസിർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികമായി ഉണ്ടാകുന്ന ആവശ്യങ്ങൾ ലോകസഭയിലും കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാഹചര്യം ഇല്ലായ്മപ്പെടുകയും മലയാള ഭാഷയോടും കേരളത്തോടുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള അവഗണനകളുടെ ഒരു തുടർച്ചയാണ് ഈ മലയാള ഭാഷയെ പ്രൈഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അബ്ദുൽ നാസർ, കുഞ്ഞാമുട്ടി, അരുൺ ചമ്പ്ര, നൌഷാദ് പരനേക്കാട്, അബ്ദുള്ളക്കുട്ടി അമേങ്കര, AC പ്രവീൺ, രാജേഷ് പരനേക്കാട്, മണികണ്ഠൻ വഴുതക്കാട് തുടങ്ങിയവർ നിൽപ്പ് സമരത്തിൽ പങ്കാളികളായി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,40,727 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.71%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,235 സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 1,610, തൃശൂർ 1,500,
തിരുവനന്തപുരം 1470, എറണാകുളം 1448, പാലക്കാട് 1273, കോഴിക്കോട് 1254, കൊല്ലം 1245, ആലപ്പുഴ 833, കാസർഗോഡ് 780, കണ്ണൂർ 634, കോട്ടയം 583, പത്തനംതിട്ട 457, വയനാട് 372, ഇടുക്കി 270 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,235 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 69 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 12,833 പേർക്കാണ് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 689 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,808 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ 1610 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11.66% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ ഇതുവരെ 1161 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 1610 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11.66% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1570 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 18 പേർക്ക് വൈറസ് ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കൂടാതെ വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 19 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1045 പേർ കോവിഡ് മുക്തരായതോടെ ജില്ലയിൽ 3,22,598 പേരാണ് രോഗം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. 32,663 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 1,161 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ പ്രവാസികൾ തിരിച്ചു പോകാൻ കഴിയാതെ കടുത്ത പ്രതിസന്ധിയിൽ. ലീവ് കഴിഞ്ഞവരും വിസ കാലാവധി നീട്ടിക്കിട്ടിയിട്ടും തിരിച്ചു പോകാൻ കഴിയാത്തവരും അനേകമാണുള്ളത്. കേരളത്തിൽ മാത്രം 15 ലക്ഷത്തോളം വരുമെന്നാണ് കണക്ക്. കോവിഡ് തുടങ്ങി 2 മാസത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചുവരവ് തുടങ്ങിയത്. തിരിച്ചു വന്നതിന് ശേഷം വിസയും ജോലിയും നഷ്ടപ്പെട്ടവരും അനവധിയുണ്ട്. സൗദി, UAE, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേരും. UAE കടുത്ത നിബന്ധനയോടെയാണ് യാത്രാനുമതി നൽകിയെങ്കിലും ഫലത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും ഏറെ പ്രയാസമാണ്. യാത്രയുടെ 4 മണിക്കൂർ മുമ്പ് RT-PCR ടെസ്റ്റ് നടത്തണമെന്നാണ് ഒരു നിബന്ധന. ഇതിനുള്ള സൗകര്യം കേരളത്തിലെ എയർപോർട്ടുകളിലില്ല. പരിശോധന ഫലം ലഭിക്കാൻ ദിവസങ്ങളോടും എടുക്കും. പുറമെ ക്വാറന്റൈനിൽ കഴിയുകയും വേണം. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പ്രവേശനാനുമതി ലഭിക്കുകയുള്ളൂവെന്ന നിബന്ധനയും ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. UAE-യിൽ നിന്ന് 8.25 ലക്ഷം, സൗദിയിൽ 2.5 ലക്ഷം, ഖത്തർ 1.5 ലക്ഷം എന്നിങ്ങനെയാണ് കേരളത്തിലെത്തിയ മലയാളികളുടെ കണക്ക്. മലപ്പുറത്ത് 2 ലക്ഷം, കോഴിക്കോട് 1.5 ലക്ഷം, കണ്ണൂര് 1.5 ലക്ഷം, തൃശൂർ 1.25 ലക്ഷം എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തിയവരും ഒട്ടേറെയുണ്ട്. കോവിഡ് 3ാം തരംഗം ഉണ്ടാവുകയോ യാത്രാ നിരോധനം നീളുകയോ ചെയ്താൽ പ്രവാസി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഒപ്പം കേരളത്തിൽ സാമൂഹ്യ പ്രതിസന്ധിയും നേരിടേണ്ടി വരും. യാത്രാളവ് ലഭിക്കാനും പ്രവാസികളുടെ ജോലി സ്ഥിര ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. കൂട്ടായി MMHS സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരനെൽ കൃഷിക്ക് തുടക്കമായി. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനായാണ് കൂട്ടായി MMHS സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരനെൽ കൃഷിക്ക് തുടക്കമായത്. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ ഈ കരനെൽ കൃഷി NSSന്റെ നേതൃത്വത്തിൽ ഉള്ള വിത്തിറക്കൽ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നതിൻ്റെ പ്രസക്തി കൂടുതലാണ്. PV മുഹമ്മദ് യാസീൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഷൈനി ജേക്കബ്, മുഹമ്മദ് റാസി, മുഹമ്മദ് കാസിം, PTA പ്രസിഡന്റ് MP മജീദ്, വാർഡ് മെമ്പർ വാസുദേവൻ, വിജയൻ T, ബാപ്പുട്ടി, ശിവദാസ്, AP ദാസൻ, ബൈജു, NSS കോർഡിനേറ്റർ റഷീദ്, NSS വോളണ്ടിയർ ദീപക്, K ദിനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൺലൈൻ പഠനം വിലയിരുത്തുന്നതിനും കുട്ടികളും രക്ഷിതാക്കളുമായി നേരിട്ട് സംവദിക്കുന്നതിനുമായി സ്കൂൾ പ്രിൻസിപ്പലുടെ ഗൃഹസന്ദർശനം. മറവഞ്ചേരി ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീറാണ് കുട്ടികളുടെ വീടുകളിൽ നേരിട്ടെത്തിയത്. കോവിഡ് പ്രതിസന്ധി മൂലം 2ാം വർഷവും നേരിട്ടുള്ള അധ്യയനം മുടങ്ങുകയും സ്കൂളിലെത്താൻ കഴിയാതെ കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷം പകരുന്ന പദ്ധതിയുമായി മറവഞ്ചേരി ഹിൽ ടോപ്പ് സ്കൂൾ മുന്നോട്ട് വന്നത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ഗൃഹസന്ദർശന പരിപാടിക്ക് ആവേശകരമായ പ്രതികരണമാണ് രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ചത്. ഹിൽ ടോപ്പ് ട്രസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ട്രഷറർ അഷ്റഫ് മറവഞ്ചേരി, വൈസ് പ്രിൻസിപ്പൽ ചന്ദ്രിക, സലീന ടീച്ചർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കുട്ടികളുടെ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും നോട്ട്ബുക്കുകളും മറ്റു പഠന പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും ചെയ്തു. ആശ്ചര്യവും സന്തോഷവും പങ്കുവച്ച് രക്ഷിതാക്കൾ എല്ലാ പിന്തുണയും ഉറപ്പും നൽകി. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്താണ് സംഘം മടങ്ങിയത്. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനക്കൊള്ളയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 4-ന് സംസ്ഥാനത്തൊട്ടാകെ 5 ലക്ഷം കേന്ദ്രങ്ങളിൽ 20 ലക്ഷത്തിലധികം പേർ അണിനിരന്നാണ് പ്രതിഷേധ സമരം നടത്തിയത്. ഇന്ധനവില വർധനവിനെതിരെ LDF തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിപിയങ്ങാടി നടന്ന പ്രതിഷേധ പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 2014 ലോകത്തെ ഏറ്റവും വില ക്രൂഡ് ഓയിലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അവർ അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവരൊരു മുദ്രാവാക്യം വെച്ചു. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പെട്രോൾ അതിന്റെ വില കുറച്ച് 50 രൂപ 1 ലിറ്ററിന് നൽകും. ഡീസലാണെങ്കിൽ 40 രൂപക്ക് നൽകും. അന്ന് ക്രൂഡ് ഓയിലിന് ലോക മാർക്കറ്റിൽ $144 വിലയുണ്ട്. ഇപ്പോൾ വില $70. 144ന്റെ നേർപകുതിയാണ് എന്നത് കണക്കാക്കപ്പെടും. അപ്പോഴാണ് 50 രൂപക്ക് 1 ലിറ്റർ പെട്രോളും 40 രൂപക്ക് 1 ലിറ്റർ ഡീസലും തരാമെന്ന് നരേന്ദ്രമോദി ഏറ്റത്. CPM ഏരിയ കമ്മിറ്റി അംഗം P. മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി T. ഷാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം പരിയാപുരത്ത് CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ ഉദ്ഘാടനം ചെയ്തു. മംഗലത്ത് ജില്ലാ കമ്മിറ്റി അംഗം A. ശിവദാസനും താഴെപ്പാലത്ത് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടിയും ഉദ്ഘാടനം ചെയ്തു. പയ്യനങ്ങാടിയിൽ NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീർ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. താഴെപ്പാലത്ത് ജനതാദൾ S ജില്ലാ കമ്മിറ്റി അംഗം പിമ്പുറത്ത് ശ്രീനിവാസൻ, കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം രാജ് K. ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുമുറി പോലീസ് ലൈനിൽ CPM ഏരിയ സെക്രട്ടറി P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ LDF പ്രക്ഷോഭം താനൂരിൽ INL ദേശീയ സമിതി അംഗം കുഞ്ഞാവുട്ടി ഖാദർ ഉദ്ഘാടനം ചെയ്തു. പുത്തൻതെരുവിൽ PS സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ LDF പ്രക്ഷോഭം സംഘടിപ്പിച്ചു. താനൂരിൽ INL ദേശീയ സമിതി അംഗം കുഞ്ഞാവുട്ടി ഖാദർ ഉദ്ഘാടനം ചെയ്തു. 140 കോടി ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ധന വില വർധന. അതിന്റെ ഭാഗമായിക്കൊണ്ട് രാജ്യത്ത് ചരക്ക് ഗതാഗതം അത് വർദ്ധിക്കും. അതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള ചിലവ് വർദ്ധിക്കുമ്പോ അതിനാനുപാതികമായിക്കൊണ്ട് നമ്മുടെ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കാൻ നാം അനുവദിച്ചുകൂടാ. LDF താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനിൽ പ്രതിഷേധം പരിപാടി സംഘടിപ്പിച്ചത്. ശങ്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഹംസു മേപ്പുറത്ത്, അനിൽകുമാർ, ഫസൽ താനൂർ, CK നാസർ, AP സിദ്ദിഖ്, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻതെരുവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി PS സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് പോലെ ഗ്യാസിനും പെട്രോളിനും ഡീസലിനും ഓരോ ദിവസവും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ രൂക്ഷമാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ടാണ് ഇന്ന് 5 ലക്ഷം കേന്ദ്രങ്ങളിൽ 20 ലക്ഷത്തോളം വരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ശക്തമായി പ്രതികരിക്കുന്നത്. PV കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. T. ദേവദാസ്, VD സന്തോഷ്, രാജീവ് തോടൻ, VP സാദിഖ്, സൗഭാഗ്യൻ പുളിക്കപ്പാട്ട, B. ജാനകി തുടങ്ങിയവർ നേതൃത്വം നൽകി. VS സനൂജ സ്വാഗതവും മഠത്തിൽ പ്രസീൽ നന്ദിനും പറഞ്ഞു. വനം കൊള്ളയെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം കൊള്ളയ്ക്കെതിരെ BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. വനം കൊള്ളയെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സംസ്ഥാനത്ത് വനം കൊള്ളയിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ സർക്കാർ അടിച്ചു മാറ്റിയിട്ടുള്ളത്. കേരളത്തിലെ വനസംരക്ഷണ നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് 1964-ലെയും 86-ലെയും 2007-ലെയും ഒക്കെ നിയമങ്ങൾ പട്ടയ ഭൂവിതരണവുമായി ബന്ധപ്പെട്ട ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ഈ വനം കൊള്ള നടന്നിട്ടുള്ളത്. ഡീസൽ വില കുറയ്ക്കാൻ GSTയുടെ പരിധിയിൽ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന്റെ ആനുകൂല്യം കൈപ്പറ്റി സമരരംഗത്ത് വരുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ശശി കറുകയിൽ, PT മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അശോകൻ വെട്ടം, സുരേഷ് കറുത്താട്ട, ജനാർദ്ദനൻ ചെമ്പ്ര, രതീഷ് തെക്കുമുറി, ജയപ്രകാശ് പടിയം തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂർ നോർത്ത് GLP സ്കൂളിലെ വായനാ വാരാഘോഷ പരിപാടികൾ സമാപിച്ചു. ജൂൺ 19-ന് തുടക്കം കുറിച്ച് ഒരാഴ്ചക്കാലം വ്യത്യസ്ത പരിപാടികളാണ് സ്കൂളിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തിയത്.
ഓൺലൈൻ അസംബ്ലി, കവിതാലാപനം, കഥാവായന, വായനക്കുറിപ്പ് തയ്യാറാക്കൽ, വാർത്താ വായന, സാഹിത്യ ക്വിസ്, അമ്മമാരുടെ വായനാ മത്സരം തുടങ്ങിയ പരിപാടികളാണ് വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടത്തിയ സൗജന്യ പഠന കിറ്റ് വിതരണത്തെ സംബന്ധിച്ച് പ്രാദേശിക ചാനലിൽ വന്ന വാർത്ത അനുകരിച്ച് കുട്ടികൾ നടത്തിയ വാർത്താ വായനയും അമ്മമാർക്കായി നടത്തിയ വായനാ മത്സരവും വേറിട്ട പ്രവർത്തനമാണ്. മത്സര വിജയികൾക്ക് സ്കൂൾ പ്രധാനാധ്യാപകൻ CH ശശീന്ദ്രൻ സമ്മാനം വിതരണം ചെയ്തു. വിവിധ പരിപാടികൾ നഗരസഭാ കൗൺസിലർ KP അലി അക്ബർ, സ്കൂൾ അധ്യാപകരായ അബ്ദുറസാഖ് തെക്കയിൽ, KN ജോഷി, സവിത, രമ്യ, സിജിന തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരുഗൾഫ് മാർക്കറ്റ് കൈതോളപ്പ് റോഡിലെ കുരുക്കഴിക്കാം നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ തീരുമാനം. പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലം അനുവദിച്ചു നൽകും. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തും. തീരുമാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി. തിരൂർ ഗൾഫ് മാർക്കറ്റ് കൈതോളപ്പ് റോഡിലെ കുരുക്കഴിക്കാം നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിംഗ് കാരണം കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് റോഡിലെയും കൈതോളപ്പ് റോഡിലെയും ഗതാഗത കുരുക്കഴിക്കാൻ തീരുമാനമായത്. തിങ്കളാഴ്ച മുതൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തും. ഗൾഫ് മാർക്കറ്റ് റോഡിൽ പാർക്കിംഗ് സ്ഥലങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്യും. കൈതോളപ്പ് റോഡിൽ പൂർണ്ണമായും പാർക്കിംഗ് ഒഴിവാക്കും. ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിനെ കൂടാതെ ട്രോമ കെയർ, മുനിസിപ്പൽ ജീവനക്കാർ എന്നിവരെ നിയോഗിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ഒരുപാട് പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇന്നിവിടെ ഇൻസ്പെക്ഷൻ നടത്തുകയുണ്ടായി. ട്രാഫിക് അഡ്വൈസറി ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഇനി അനധികൃതമായ പാർക്കിങ്ങുകൾ ഒഴിവാക്കി ഒരു നിശ്ചിത ഭാഗം നമ്മുടെ വ്യാപാരികളുടെയും ഇവിടെയുള്ള യാത്രക്കാരുടെയും സൗകര്യം കണക്കിലെടുത്ത് ഒരു നിശ്ചിത പരിധി പാർക്കിങ്ങിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയും ബാക്കി അനധികൃതമായി പാർക്ക് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഫൈനടച്ച് എടുത്തു മാറ്റാനുമാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് എല്ലാ പൊതുജനങ്ങളും വ്യാപാരികളും നഗരസഭയോട് സഹകരിക്കണം. നിർദ്ദേശ സ്ഥലത്ത് മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാണും. അതിനപ്പുറത്തുള്ള സൗകര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നഗരസഭയും പോലീസും ഇറങ്ങിയിരിക്കുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജനങ്ങൾ ഇതുമായി സഹകരിച്ച് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ, കൗൺസിലർ സതീഷ് മാവുങ്കുന്ന, മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസ്, TKK തങ്ങൾ, AK സിതാലിക്കുട്ടി, K പത്മശ്രീ, RI സുഗതൻ, ട്രാഫിക് SI, വ്യാപാരി പ്രതിനിധികളായ OP ഷാജാൻ, അൻവർ സാദത്ത്, നിസാർ തുടങ്ങിയവരും സംബന്ധിച്ചു. നഗരസഭയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും വ്യാപാരികളുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ടാകുമെന്നും ഗൾഫ് മാർക്കറ്റിലെ വ്യാപാരികളും പറഞ്ഞു. നമുക്കറിയാം, ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വലിയ ജനക്കൂട്ടം ഉണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയർപേഴ്സണും മറ്റുള്ള ഉദ്യോഗസ്ഥർ, ട്രാഫിക് ടീം എല്ലാവരും ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗൾഫ് മാർക്കറ്റിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും അത് നിയന്ത്രിക്കുന്ന ഭാഗമായിട്ടും ജനങ്ങൾക്കുള്ള സുഗമമായ നടത്തിപ്പിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. പരപ്പനങ്ങാടി ചാളാരി റോഡിൽ മിനി പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് സ്വദേശി ജൗഹർ എന്നയാളാണ് മരണപ്പെട്ടത്. പരപ്പനങ്ങാടി ചേളാരി റോഡിൽ തൈലക്കടവിന് സമീപം ചേറക്കോട് വച്ചാണ് അപകടമുണ്ടായത്. മിനി പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. കാസർഗോഡ് സ്വദേശി ജൗഹർ എന്നയാളാണ് മരിച്ചത്. മറ്റൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ചേളാരിലേക്ക് വരികയായിരുന്ന ബൈക്കും പരപ്പനങ്ങാടിയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. തുവക്കാട് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തുവക്കാട് അങ്ങാടിയിൽ ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. തിരൂർ ഭാഗത്തുനിന്ന് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും ബൈക്ക് യാത്രികനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് UAE KMCC കൽപ്പകഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ധനസഹായം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്ന വീടുകളും ആരാധനാലയങ്ങളും പൊതുസ്ഥലങ്ങളും അണുമുക്തമാക്കുന്നതിന് 2 ഫോഗിംഗ് മെഷീനും മറ്റ് അനുബന്ധ സാധനങ്ങളും വാങ്ങി നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് പഞ്ചായത്ത് വൈറ്റ് കാർഡ് ടീമിനുള്ള UAE KMCCയുടെ ധനസഹായം കൈമാറിയത്. KMCC മുഖ്യ രക്ഷാധികാരിയും റേജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അൻവർ അമീൻ UAE KMCC പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അമീർ ഷാ ബാബുവിന് കൈമാറി.
പഞ്ചായത്ത് ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു ഫലമായിട്ട് തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മുടെ പഞ്ചായത്തിൽ ആക്കാൻ കഴിഞ്ഞു എന്നത് ഇത്തരം പ്രവർത്തനത്തിന്റെ ഒരു ഫലം കൂടിയാണ്. ചടങ്ങിൽ ദുബായ് KMCC ജില്ലാ ട്രഷറർ സിദ്ദീഖ് കാലടി, UAE KMCC കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് ഒച്ചിഞ്ചേരി തുമ്പിൽ, ഭാരവാഹികളായ സുബൈർ ചാത്തനാത്തിൽ, അബ്ദുറഹ്മാൻ പോക്കാട്ട, ദുബായ് KMCC കൽപ്പഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ പള്ളിയത്ത, റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധം. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ വെട്ടം യൂണിറ്റ് വെട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക, ഉൽപ്പാദകരുടെ ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലൈസൻസ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ വെട്ടം യൂണിറ്റ് വെട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സംഘടനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വെട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സംസ്ഥാന കമ്മിറ്റി അംഗം C ജമാൽ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്ക് കോർപ്പറേറ്റുകൾ വെച്ചടി വില കൂട്ടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4 മാസം മുമ്പ് ഉണ്ടായിരുന്ന സിമെൻറ്റിൻ്റെ വിലയേക്കാളും 30% വില ഇപ്പോൾ ഈ 2 മാസമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പിക്കാണെങ്കിലും അതുപോലെ തന്നെയുള്ള മറ്റുള്ള എല്ലാ മേഖലകളിലുള്ള സാധനങ്ങളും, വയറിംഗ് സാധനങ്ങളായാലും പ്ലംബിംഗ് മെറ്റീരിയൽ ആയാലും PVC ഐറ്റംസ് ആയാലും എല്ലാത്തിനും 40%-ലേറെ വില വർധനവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. P പ്രവീഷ്, KTO ജിഹാദ്, സക്കീർ ഹുസൈൻ, ജയ്സൽ, സുജീഷ്, സഫീർ തുടങ്ങിയവർ സംബന്ധിച്ചു. മഹാമാരിയിൽ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി താനാളൂർ സർവീസ് സഹകരണ ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി പഞ്ചായത്ത് തല ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് VP അസ്കർ മാസ്റ്റർ നിർവഹിച്ചു. മഹാമാരിയിൽ പഠനം പ്രയാസമായ വിദ്യാർത്ഥികൾക്കാണ് താനാളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങ്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ബാങ്ക് പ്രസിഡന്റ് VP അസ്കർ മാസ്റ്റർ നിർവഹിച്ചു. പുതുലങ്ങര ALP സ്കൂൾ PTA പ്രസിഡന്റ് പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. അക്ഷര ലോകത്തേക്ക് ഒരു സഹകരണ യാത്ര എന്ന പരിപാടിയിലൂടെ താനാളൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലേക്കും ലൈബ്രറികളിലേക്ക് പുസ്തക വിതരണം നടത്തിയിരുന്നു. അതുപോലെ ഇപ്പോൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാതരംഗിണി എന്ന പദ്ധതിയിലൂടെ മൊബൈൽ ഫോൺ, ടാബ് തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾക്ക് അനുസൃതമായി ഒരു വായ്പയിലൂടെ ചെറിയ ഒരു തുക കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകുന്നതിനുള്ള പ്രോജക്റ്റും ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം താനാളൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് KP കൃഷ്ണൻ, ഡയറക്ടർ മുസ്തഫ PA, സെക്രട്ടറി ഇൻചാർജ് സജീവ് PK, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അൻവർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു, V ഫൈസൽ, KP ഭാവ, സുനിത, സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ മൂലക്കൽ കേപുരം ജനകീയ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ തേത്തേൽ ഇസ്മായിലിന്റെ ഭാര്യ മൈമൂന നിര്യാതയായി. 54 വയസ്സായിരുന്നു. സുഹ്റ മകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ UDFന്റെ സമരശേഷം വൈസ് ചാൻസലറുമായി ചർച്ച നടത്തിയ നേതാക്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. നേതാക്കളെ ജീവനക്കാർ തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്കും വിലക്ക്. മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ കത്തെഴുത്ത് പഠനമുറി സമരം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അടത്താണി സമരം ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടിയിൽ ഓടുന്ന കാറിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. വൺവേ തെറ്റിച്ചു വന്ന കാറിലെ യുവാക്കളെയും പെൺകുട്ടിയെയും ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,40,727 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ 1,610 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.